12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എവിടെ നിന്നാണ്? എലിപ്സ് അല്ലെങ്കിൽ സർക്കിൾ. തീർച്ചയായിട്ടും 100% നമ്മൾ പറഞ്ഞിരിക്കുന്ന ഗ്യാൻ മോഡലിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആയിരുന്നു എലിപ്സും സർക്കിളും. എലിപ്സും സർക്കിളിലും ചോദിക്കും എന്നത് ഷുവർ ഷോട്ടായിട്ടുള്ള കാര്യമായിരുന്നു അല്ലേ. അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് എലിപ്സിൻ്റെ ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ക്രിസ്മസ് എക്സാമിന് ചോദിച്ചത് എലിപ്സിൻ്റെ ഭാഗത്തു നിന്നാണ്. എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഏരിയ റീജിയൻ ബൗണ്ടഡ് ബൈ x²/4 + y²/2 = 1. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? വൈ ആക്സിസ് മേജറായിട്ടുള്ള എലിപ്സിൻ്റെ ഒരു ഏരിയ കാണുന്നതാണ് അല്ലേ. ഫൈൻഡ് ദ ഏരിയ. വൈ ആക്സിസ് മേജറായിട്ടുള്ള എലിപ്സിൻ്റെ ഇക്വേഷനാണ് ഇവിടെ തന്നിരിക്കുന്നത്. അതേപോലെ തന്നെ മുകളിൽ ഫൈൻഡ് ദി റീജിയൻ ബൗണ്ടഡ് ബൈ y² = 4x വേർ y = 3. y² 4x y 3 ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് വാല്യൂ? 9/2 ആണ് അല്ലേ. എല്ലാവരും 9/2 ആണോ എഴുതിയത്? 9/4 ആണ്. 9/4 ആണ് എഴുതിയത് എന്ന് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ നേരെ എലിപ്സിലേക്ക് വരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ എലിപ്സിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ്? ഫൈൻഡ് ദി ഏരിയ റീജിയൻ ബൗണ്ടഡ് ബൈ ഇക്വേഷൻ തന്നിരിക്കുന്നത് x²/4 + y²/9 = 1. x²/4 + y²/9 = 1. എലിപ്സിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇൻ്റഗ്രൽ f(x)dx ആണ്. ഇൻ്റഗ്രൽ f(x)dxയിലേക്ക് നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ കൊണ്ടുവരാൻ പറ്റും. x² എങ്ങനെ എഴുതാം? x²/2² + y²/3² = 1. ഈ ഒരു ഫോർമുലയിലേക്ക് നമുക്ക് എഴുതാൻ പറ്റില്ലേ? എഴുതാൻ പറ്റും. ഈ ഒരു ഫോർമുലയ്ക്ക് എയും ബിയും കിട്ടി. എ എത്രയാണ്? a = 2 എന്നും b = 3 എന്നും എഴുതി. വിച്ച് ഈസ് ഈക്വൽ ടു 3/2 × √(a²- x²). ഏരിയ ഈക്വൽ ടു 3 × 2 = 6π² യൂണിറ്റ്സ്. 6π² യൂണിറ്റ്സ്. സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു. എലിപ്സും സർക്കിളും കൃത്യമായിട്ട് അതിൻ്റെ ഏരിയ പഠിച്ചിട്ടുള്ളവർക്ക് സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നൊരു ചോദ്യമായിരുന്നു. ഇവിടുത്തെ നമുക്ക് ആൻസർ കിട്ടും. എന്നാൽ കൂടി f(x) വെച്ച് ഇൻ്റഗ്രേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം. ഓക്കെ, എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഈ 4 എലിപ്സിൻ്റെ ആണെങ്കിൽ 4 ഫോർമുലയുണ്ട്. 4 ഭാഗത്ത് വെച്ചിട്ടുള്ളത്. അപ്പം ആ ഫോർമുലാസ് എല്ലാം കാണാതെ പഠിക്കുക. എങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ വരുന്ന സമയത്ത് എലിപ്സിൻ്റെ കാണുന്നത്? 4 വെച്ച് ചെയ്യണം എലിപ്സിൻ്റെ ഏരിയ കാണുന്നത് എങ്ങനെയാണ്. അതേപോലെ തന്നെ സർക്കിളിൻ്റെ ആയിക്കോട്ടെ, എലിപ്സിനാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. ചിലപ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ചോദിച്ചേക്കാം. അതിനും കൃത്യമായിട്ട് പഠിക്കണം. ഇപ്പം ചോദിച്ചിരിക്കുന്ന ഏരിയ ബൗണ്ടഡ് ബൈ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏരിയേൻ്റെ കാര്യങ്ങൾ എലിപ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചത് കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് മെയിനായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത്. അത് വീണ്ടും ഞാൻ എടുത്ത് പറയുകയാണ്. ഓക്കെ, നമ്മളപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. എല്ലാവരും ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിട്ടുള്ളത്? സോൾവ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ x² dx - x³ + y³ dy = 0. ഇത് ഈ ഒരു ഇക്വേഷൻ കാണുന്ന സമയത്ത് എന്താണ്? ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അല്ലേ. ഒരു ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ് അല്ലേ. ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ഹോമോജീനിയസ്. ആദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്ങനെയാണെന്നുള്ള ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഏതാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? ഹോമോജീനിയസ് ആണ്. x² dx - x³ + y³ dy ഇതിന് = 0 എന്നാണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ ആദ്യം നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നുള്ള പ്രോസസ്സിലേക്ക് ആദ്യം കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ റീഅറേഞ്ച് സിമ്പിളായിട്ട് ചെയ്താൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ സുഖമാണ്. എങ്ങനെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാൻ പറ്റും? x² - x² dx = മൈനസാണ്, മൊത്തം മൈനസാണ്. നേരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. എങ്ങനെയാണ് വരിക? x³ + y³ dy എഴുതാൻ പറ്റില്ലേ? ഓക്കെ, dy/dx എന്ന ഫോർമുലയിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെയാണ് നമ്മൾ വരിക? dy/dxയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ x² x³ + y³ dy/dx എന്ന ഫോർമുലയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് വീണ്ടും ഇൻ്റഗ്രേഷനിലേക്ക് പോകുന്നു. ഇൻ്റഗ്രൽ ഓഫ് dy/dx = ഇൻ്റഗ്രൽ ഓഫ് x² x³ + y³. ഇവിടം വരെ എത്താൻ സാധിച്ചാൽ ബാക്കി ചെയ്യാൻ സിമ്പിളാണ്. a to b വെച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്യുക.
dy/dx എന്ന ഫോമിലേക്ക് എത്തിക്കാൻ കുട്ടികൾക്ക് വളരെ പാടായിരിക്കും. പക്ഷേ ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത്, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻസ് x² ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരുന്ന സ്ഥലത്ത് ഇൻ്റഗ്രേഷൻ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതേപോലെ തന്നെ റീഅറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന പാത്തിലേക്ക് കൊണ്ടുവരാൻ എങ്ങനെ പറ്റും, അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരണമെങ്കിൽ എന്താ ചെയ്യുന്നത്? കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്തിരിക്കുക എന്നൊരു മൈൻഡാണ് വേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലായി, ഇൻ്റഗ്രൽ dy/dx = x²y/x³ + y³. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എക്സിന് പുറത്ത് കൊണ്ടുവന്ന് y³ x³ + y/4. അതേപോലെ തന്നെ x³ + y³ നമുക്ക് വീണ്ടും തിരിച്ച് x⁴ + y⁴/4 എന്നെഴുതാം. വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു, 4 സ്റ്റെപ്പിൽ ആൻസർ കിട്ടുന്നു. സിമ്പിളായിട്ടുള്ള ലോജിക്കാണ്. 4 മാർക്കിനുള്ള ചോദ്യമാണ്. 4 മാർക്കിലുള്ള സിമ്പിളായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഈ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ തന്നെ, അല്ലേ? ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സിമ്പിളായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വിട്ട് കളയരുതാരും. ഓക്കെ, ആരും വിട്ട് കളയരുത്. വീണ്ടും ചെയ്യുക. ഇനി എങ്ങനെ തെറ്റിയാൽ തന്നെ തെറ്റിപ്പോയിക്കോട്ടെ, കുഴപ്പമില്ല, വീണ്ടും നിങ്ങൾ ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Solve the differential equation. Solve the differential equation. x² + 1 into dy/dx plus 2xy root of x² plus 4. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? e⁻⁻pdx അല്ലേ? e⁻⁻pdx. ഓക്കെ, നമ്മളൊരു ഇക്വേഷനെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം എന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പാട്, അല്ലേ? dy/dx പ്ലസ് p = q എന്നൊരു ഫോർമുലയിലേക്ക് അതിനെ കൊണ്ടുവരണം. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ അങ്ങനെയാണോ? അല്ല. dy/dxന് വീണ്ടും ഒരു കൂടെ തന്നെയായിട്ട് നമ്മൾക്ക് x² + 1 ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റില്ല. ഇതേ മോഡൽ ക്വസ്റ്റ്യൻ, ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്ന മെയിൻ ക്വസ്റ്റ്യൻ നമ്മൾ GAN മോഡൽ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇത് ചെയ്ത് പോയവർക്ക് സിമ്പിളായിട്ട് ഈ ഒരു ക്വസ്റ്റ്യനും ടാക്കിൾ ചെയ്യാൻ പറ്റുന്നുള്ള ഷുവറാണ്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിനെ എങ്ങനെ കണ്ടുപിടിക്കാം? dy/dx ആദ്യം നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. dy/dxന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? കുട്ടികളെ ഒന്നും കൂടെ ശ്രദ്ധിക്കുക. dy/dxന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്ലസ് ഈ x² + 1നെ എല്ലാ ഡിനോമിനേറ്ററിലേക്കും കൊടുക്കുന്നു. ബൈ x² + 1 ഈക്വൽ ടു റൂട്ട് ഓഫ് x² + 4 ബൈ x² + 1. പി എന്താണ്? 2xy അല്ലേ പി? ക്യൂ എന്താണ്? റൂട്ട് ഓഫ് x² + 4 അല്ലേ ക്യൂ? പിയും ക്യൂവും കിട്ടി. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF കാണുന്നു. IF e⁻⁻pdx. സിമ്പിൾ അല്ലേ? e⁻⁻pdx കണ്ടതിന് ശേഷം നമ്മൾ ജനറൽ സൊല്യൂഷനിലേക്ക് വരുമ്പം വീണ്ടും എങ്ങനെയാണ്? y × IF ഈക്വൽ ടു ഇൻ്റഗ്രൽ q × dx. ഈ ഒരു ഫോർമുല വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റില്ലേ? ഈ 3 ഫോർമുലയും അറിയുന്നവർക്ക് സിമ്പിളായിട്ട് ഇൻ്റഗ്രേറ്റഡ് ഫാക്ടർ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? ആദ്യം റീഅറേഞ്ച് ചെയ്യുന്നു. PQ ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്യുന്നു. വീണ്ടും രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിക്കുന്നു. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, അതിൻ്റെ ഇക്വേഷൻ മറന്നു പോരുത്. എന്താണ്? e⁻⁻pdx. പിയും ക്യൂവും കണ്ടുപിടിച്ചതിന് ശേഷമാണ് e⁻⁻pdx. എൻ്റെ കൂടെ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. e⁻⁻pdx. IF ഈക്വൽ ടു ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ ഈക്വൽ ടു e⁻⁻pdx. e⁻⁻pdx. ഓക്കെ, e⁻⁻pdx അത് നമ്മൾ കാണുന്നു. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കാണുന്നു. ഇൻ്റഗ്രേറ്റീവ് ഫാക്ടർ കണ്ടതിന് ശേഷം വീണ്ടും y × IF = q × dx എന്ന ഫോർമുലയിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ആൻസർ കിട്ടുന്നു. സില്ലി ആയിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. GAN മോഡൽ ചെയ്തിട്ടുള്ളവർക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലേ? ഓക്കെ, അതിനുശേഷം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. 15ാമത്തെ ചോദ്യം. വെക്ടറിൽ നിന്ന് വന്നിരിക്കുന്ന അടുത്ത ചോദ്യം.
എല്ലാവരും വെക്റ്റർ കാണുമ്പോൾ ഒരു പേടിയാണ്. വെക്റ്റർ കാണുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. വെക്റ്റർ കാണുമ്പോൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്നുള്ള സമീപനത്തോടു കൂടി തന്നെ വെക്റ്ററിനെ കാണുക. വെക്റ്റർ എങ്ങനെയാണ്? ഇതാ കുറേ ജെ ക്യാപ്പ്, കെ ക്യാപ്പ്, ഐ ക്യാപ്പ് ഒക്കെ കിടക്കുന്നു. എങ്ങനെയാണ് ABCD ഇതിൻ്റെ ഇടയിലുള്ള ആളാണ്, കൊളീനിയർ ആണോ എന്ന് തെളിയിക്കുക. അങ്ങനെ കുറേ ക്വസ്റ്റ്യൻ കൂടുതൽ പേരും ഈ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. AB എങ്ങനെയാണ് കാണുക, CD എങ്ങനെ കാണുക, ഡെഡ്യൂസ് AB ആൻഡ് CD ആർ കൊളീനിയർ ആണെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക. സിമ്പിളായിട്ടുള്ള AB എങ്ങനെ നമ്മൾ കാണും? ഒരു വെക്റ്റർ, 2 വെക്റ്റർ തന്നിട്ടുണ്ട്. 2 വെക്റ്റർ Aയും തന്നിട്ടുണ്ട്, Bയും തന്നിട്ടുണ്ട്. പൊസിഷൻ വെക്റ്റേഴ്സാണ്. പൊസിഷൻ വെക്റ്റേഴ്സ് ABCD 3 വെക്റ്റേഴ്സ്, 4 വെക്റ്റർ തന്നിട്ടുണ്ട്. AB എങ്ങനെയാണ് കാണുക? AB എങ്ങനെയാണ് കാണുക? നമ്മൾ AB എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? AB കണ്ടിട്ടുണ്ടെങ്കിൽ B - A അല്ലേ? B - A അല്ലേ? ഇതാ വന്നു A B C D 4 പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിരിക്കുന്നു. 4 പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിരിക്കുന്നു. 4 പൊസിഷൻ വെക്റ്റേഴ്സ് തന്നിരിക്കുന്നത് AB എങ്ങനെയാണ് കാണുക? AB B - A. CD എങ്ങനെയാണ് കാണുക? D - C. ABയും CDയും നമ്മൾ കണ്ടു. ABയും CD കണ്ടതിന് ശേഷം നമുക്ക് തീറ്റ അഥവാ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മൾ വീണ്ടും നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്താ? തീറ്റ ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് AB ബൈ മോഡുലസ് ഓഫ് A ഇൻറ്റു മോഡുലസ് ഓഫ് B അല്ലേ? സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇവിടെ വരുന്ന സമയത്ത് തീറ്റ എന്തായിരിക്കും? കോസ് ഇൻവേഴ്സ് ഓഫ് മോഡുലസ് ഓഫ് A അല്ല, എക്ക് പകരം AB. ഇവിടെ CD ബൈ മോഡുലസ് ഓഫ് AB ഇൻറ്റു മോഡുലസ് ഓഫ് CD. എയും ബിയും കണ്ടുപിടിച്ചതിന് ശേഷം മോഡുലസ് ഓഫ് ABയും മോഡുലസ് ഓഫ് CDയും കണ്ടുപിടിക്കുന്നു. അതിനുശേഷം നേരെ എല്ലാം കൂടെ ഈ ഇക്വേഷൻ ആംഗിളിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. സിമ്പിളായിട്ടുള്ള കാര്യം, വളരെ സിമ്പിളാണ്. ഈ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് കുറച്ചൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നുമെങ്കിലും സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു. മനസ്സിലാക്കിയവർ സുഖമായിട്ടും ഈ ഒരു ആൻസർ എഴുതി കാണണം. ഓക്കെ, എങ്ങനെയാണ് ഞാൻ ഒന്നും കൂടെ പറയാം. AB കാണുന്നു. AB എങ്ങനെയാണ് കാണുന്നത്? B - A. 2 പൊസിഷൻ വെക്റ്റേഴ്സ് തമ്മിൽ കുറയ്ക്കുമ്പോൾ B - A കാണുന്നു. CD കാണുന്നു. എങ്ങനെയാണ്? D - C നമ്മൾ CD കാണുന്നു. അതിനുശേഷം മോഡുലസ് ഓഫ് AB മോഡുലസ് ഓഫ് BC സിമ്പിളല്ലേ, റൂട്ട് വെച്ചിട്ട് കാണുന്നു. അത് 2 വാല്യൂ കിട്ടും. അതിനുശേഷം ഈ വാല്യൂ എല്ലാം കൂടെ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? നമ്മുടെ ഇക്വേഷൻ കോസ് തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് AB ബൈ മോഡുലസ് ഓഫ് A ഇൻറ്റു മോഡുലസ് ഓഫ് B. ആ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇക്വേറ്റ് ചെയ്തു, നേരെ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്നു, ആൻസറിലേക്ക് എത്തുന്നു. സിമ്പിൾ ലോജിക്കാണ്, വളരെ സിമ്പിൾ ലോജിക്കാണ്. കൊളീനിയർ ആണെന്ന് രണ്ടാമത്തെ ഇതിലാണ് വീണ്ടും കൊടുത്തിരിക്കുന്നു. ABCD കൊളീനിയർ ആണെങ്കിൽ AB ഇൻറ്റു DC ഈക്വൽ ടു 0 എന്നൊരു ഫോർമുലയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരുന്ന സമയത്ത് അത് കൊളീനിയർ ആണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ? കൊളീനിയർ ആണ്. അങ്ങനെയാണെങ്കിൽ കൊളീനിയർ ആണ്. ഇതിൻ്റെ തീറ്റ കണ്ടുപിടിക്കുക. കൊളീനിയർ 1 മാർക്കിനുള്ള ചോദ്യമാണ്. അതും വിട്ടുകളി, കൊളീനിയർ ആണെന്ന് തന്നെ പറയുക. തീറ്റ 0 ആണെന്ന് കണ്ടുപിടിക്കുന്നു. ഓക്കെ, ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എല്ലാവരും ടാക്കിൾ ചെയ്തിട്ടുണ്ടാവണം. അതെ, ഓക്കെ. നമ്മളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ എന്താ വന്നിരിക്കുന്നത്? 16ാമത്തെ ചോദ്യം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ലൈൻസ്. 2 ലൈൻ തന്നിരിക്കുന്നു അല്ലേ? 2 ലൈൻ തന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാൻ സിമ്പിളായിട്ടുള്ള ഫോർമുല D ഈക്വൽ ടു എൻ്റെ കൂടെ പറയാം, D ഈക്വൽ ടു B1 B2 ബൈ മോഡുലസ് ഓഫ് B1 B2 ഇൻറ്റു B1 ക്രോസ് B2 അല്ലേ? ഡിസ്റ്റൻസ് D ഈക്വൽ ടു മോഡുലസ് ഓഫ് B1 ഇൻറ്റു B2 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2. അങ്ങനെയാണ് 2 ലൈൻ തന്നിരിക്കുന്നു. x1 പ്ലസ് y1 x പ്ലസ് 1 ബൈ 7 ഈക്വൽ ടു y പ്ലസ് 7. 3 ആക്സിസും കൊടുത്തിട്ടുണ്ട്. ഇതാ 2 ലൈൻ, 3 ആക്സിസിലുള്ള 2 ലൈൻ കൊടുത്തിരിക്കുന്നു. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇതിനെ നമ്മൾ വെക്റ്റർ ഫോമിലേക്ക് എഴുതണം. വെക്റ്റർ ഫോമിലേക്ക് എങ്ങനെ എഴുതുക? മൈനസ് i ക്യാപ്പ് മൈനസ് j ക്യാപ്പ് a പ്ലസ് ലാംഡ ബി ആണ്. r ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി ആണ് ഫോർമുല, ആരും മറക്കരുതേ. r ഈക്വൽ ടു a പ്ലസ് ലാംഡ ബി ഫോർമുലയ്ക്ക് നമ്മൾ 2 ഇക്വേഷനും വെക്റ്റർ ഫോമിലേക്ക് എഴുതുന്നു. മൈനസ് j ക്യാപ്പ് മൈനസ് k ക്യാപ്പ് പ്ലസ് ലാംഡ ഇൻറ്റു 3i ക്യാപ്പ് പ്ലസ് 5j ക്യാപ്പ് പ്ലസ് 7k ക്യാപ്പ് എന്ന ഫോമിലേക്ക് എഴുതുന്നു. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു കാര്യം.
അതേപോലെ തന്നെ നേരെ താഴത്തെയും അതേപോലെ തന്നെ എഴുതുന്നു. 2 വെക്റ്റേഴ്സും നമ്മൾ എഴുതി. 2 പൊസിഷൻ വെക്റ്റേഴ്സും ഇതേപോലെ തന്നെ R = A + λb എന്ന ഫോർമുലയിലേക്ക് കൊണ്ടുവന്ന് എഴുതി കഴിഞ്ഞതിന് ശേഷം നേരെ കാണുന്നു. എന്താണ് കാണുന്നത്? നമ്മുടെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല. D = എന്താണ്? മോഡുലസ് ഓഫ് B1 B2 ബൈ B1 ക്രോസ് B2 B1 B2 ബൈ B1 ക്രോസ് B2 എന്ന ഡിസ്റ്റൻസിൻ്റെ ഫോർമുല ആരും മറക്കരുത്. അതിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. എല്ലാ ക്വസ്റ്റ്യനും വന്നിരിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ആ ഫോർമുലയിലേക്കുള്ള ക്ലാരിറ്റി എത്രത്തോളമുണ്ട്. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ എങ്ങനെയാണ് ആ ഫോർമുലയിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നത് എന്നതിനെ അപേക്ഷിച്ചിട്ടാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ക്വസ്റ്റ്യൻസ് കൂടെ ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു ഭാഗത്തു നിന്നാണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് കാണാമല്ലോ. വെക്റ്റർ ഫോമിലേക്ക് എഴുതുക, 2 മാർക്ക്. ഇത് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. വെക്റ്റർ ഫോമിലേക്ക് എഴുതിയാൽ തന്നെ കിട്ടി 2 മാർക്ക്. അതിനുശേഷം ഇക്വേഷൻ എഴുതി 3 മാർക്ക്. ഇക്വേഷൻ കഴിഞ്ഞു ആൻസറിലേക്ക് കൊണ്ടുവന്ന് എഴുതി 4 മാർക്ക്. സിമ്പിൾ. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫോർമുല അറിയുന്നവർ എല്ലാവരും എഴുതി കാണണം. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. 6 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ ഗ്യാൻ മോഡൽ ക്വസ്റ്റ്യനാണ്. സെയിം സാധനം ഡിറ്റോ കോപ്പി ആയിട്ട് നമ്പർ മാത്രം മാറി. എന്നാൽ കൂടി ഇത് ചെയ്തവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 6 മാർക്ക് ഷുവർ ഷോർട്ടായിട്ടുള്ളൊരു ആൻസർ ആയിരുന്നു, അല്ലേ? ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ആണ്. ഇവിടെ 2x നേരെ ആകെ ഫോർമുലേസിലുള്ള വാല്യൂസ് മാത്രം മാറി ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി ഓഫ് ദി സിസ്റ്റം നമ്മൾ ചെക്ക് ചെയ്യുക? സോൾവ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സിൻ്റെ ഏരിയ എന്ന് എപ്പോഴും ചോദിക്കുന്നത് മെട്രിക്സ് മെത്തേഡ് വെച്ച് ഇതൊന്ന് കുറച്ച് തരുമോ, ഇതൊന്ന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരുമോ എന്നുള്ളൊരു ചോദ്യം, അല്ലേ? കൺസിസ്റ്റൻസി ഓഫ് സിസ്റ്റം ഇക്വേഷൻ്റെ എങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി കാണുക? ഈ ഒരു ക്വസ്റ്റ്യനെ നമുക്ക് മെട്രിക്സ് ഫോമിലേക്ക് ആദ്യം നമ്മൾ ഇക്വേറ്റ് ചെയ്യണം. എങ്ങനെയാണ്? ഇതിൻ്റെ കോഎഫിഷ്യൻസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക, അല്ലേ? കോഎഫിഷ്യൻസ് വെച്ചിട്ടാണ് ചെയ്യുക. AX = B എന്ന ഫോമിൽ വെച്ചിട്ട്, അല്ലേ? ഇതിൻ്റെ കോഎഫിഷ്യൻ 1 1 1 0 1 3 1 -2 1, അല്ലേ? AX കാണുന്നു. AX = B എന്ന ഫോമുലയാണ്. എങ്ങനെയാണ് ഫോർമുല? എന്താണ്? AX = B. ആരും വിട്ടു പോകരുത്. AX = X എന്ന് പറയുന്നത് XYZ. ഓക്കെ, B എന്താണ്? 6 11 0. 6 11 0. ഈ ഒരു ഫോർമുലയിലേക്ക് ആദ്യം നമ്മൾ കൊണ്ടുവരുന്നത്. അതിനുശേഷമാണ് റോ കോളം മൾട്ടിപ്ലിക്കേഷൻ എന്ന രീതിയിലേക്ക് നമ്മൾ പോകുന്നത്. ഈ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കി. മെട്രിക്സ് മെത്തേഡിലേക്ക് എങ്ങനെ നമ്മൾ കോഎഫിഷ്യൻസ് ആഡ് ചെയ്ത് വെക്കുന്നു എന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? 1 1 1 0 1 3 1 1 -2 1 എങ്ങനെ എഴുതിയെന്ന് എല്ലാവർക്കും മനസ്സിലായി. അതിന് AX = B എന്ന ഫോർമുലയിലേക്ക് എഴുതി, അല്ലേ? AX = B എന്ന ഫോർമുലയിലേക്ക് എഴുതി. AX = B എന്ന് അതേപോലെ നമ്മൾ എഴുതി വെച്ച അതേ ക്വസ്റ്റ്യൻ. അതിനുശേഷം AX = B എന്ന ഫോമിലേക്ക് എഴുതി. XYZ ആണ് നമുക്ക് കാണേണ്ടിരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചെയ്തെന്ന ഡിറ്റർമിനൻ്റ് ഓഫ് A കാണുന്നു. മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഓഫ് A കാണുന്നു. ഡിറ്റർമിനൻ്റ് ഓഫ് A എന്താണ്? ഒരു കോളം വെച്ചിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. പിന്നെ രണ്ടാമത് ഇതവിടെ വെച്ചിട്ട് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മൂന്നാമത് എന്ത് ചെയ്യുന്നു? ഇത് വെച്ചിട്ട് ഈ 2 ഭാഗവും നടുക്കത്തെ 2 ഭാഗം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിറ്റർമിനൻ്റ് A കാണുന്നു. ഡിറ്റർമിനൻ്റ് A കണ്ടതിന് ശേഷം എന്ത് കാണുന്നു? കോഫാക്ടർ മെട്രിക്സ് കാണുന്നു. ഡിറ്റർമിനൻ്റ് A കണ്ടതിന് ശേഷം കോഫാക്ടർ മെട്രിക്സ് കാണുന്നു. കോഫാക്ടർ മെട്രിക്സ് കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും കോഫാക്ടർ മെട്രിക്സ് 0 ആണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. കോഫാക്ടർ മെട്രിക്സ് 0 ആണെങ്കിൽ നമുക്കത് കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. അതിനുശേഷം A ഇൻവേഴ്സ് കാണണം. A ഇൻവേഴ്സ് എങ്ങനെയാണ് കാണുന്നത്? ഡിറ്റർമിനൻ്റ് ഓഫ് A ബൈ മോഡുലസ് ഓഫ് A, അല്ലേ? അല്ലേ? അതേപോലെ തന്നെ A ഇൻവേഴ്സ് കാണുന്നു. A ഇൻവേഴ്സ് കണ്ടതിന് ശേഷം എല്ലാം കൂടി ഇക്വേറ്റ് ചെയ്ത് കൊടുക്കുന്നു. കോൺസ്റ്റിറ്റ്യൂട്ടിങ് ടു ദി സൊല്യൂഷൻ ആൻസർ 0 എന്ന് കിട്ടുന്നു. 1 2 3 സെറ്റ് ഓഫ് 1 2 3 ഒരു മെട്രിക്സ് 1 2 3 എന്നൊരു ആൻസറിലേക്ക് വരുന്ന സമയത്ത് ആ സൊല്യൂഷൻ കംപ്ലീറ്റ് ആവുകയാണ്.
ഓക്കെ, മെട്രിക്സ് മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യണം? മെട്രിക്സ് ആദ്യം നമ്മൾ എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? കോഎഫിഷ്യൻ്റ് വെച്ച് നമ്മൾ എഴുതുന്നു 1 2 3 AX=B എന്ന ഫോമിലേക്ക് നമ്മൾ ആദ്യം എഴുതുന്നു. എങ്ങനെ എഴുതുന്നു? AX=B എന്ന ഫോമിലേക്ക് എഴുതുന്നു. AX=B എന്ന ഫോമിലേക്ക് എഴുതിയ ശേഷം ഡിറ്റർമിനൻറ്റ് ഓഫ് എ കാണുന്നു. അതിനുശേഷം കോഫാക്ടർ കാണുന്നു. ആ ഫോർമുല അതേപോലെ ഓർഡർ ചെയ്ത് വരിക. കോഫാക്ടർ കാണുന്നു. കോഫാക്ടർ കണ്ടതിന് ശേഷം നേരെ കാണുന്നു അടുത്തത് എ ഇൻവേഴ്സ് കാണുന്നു. എ ഇൻവേഴ്സ് കണ്ടതിന് ശേഷം എന്താണ് കാണുന്നത്? എ ഇൻവേഴ്സ് കാണുന്നത് ഡിറ്റർമിനൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് ബി. എ ഇൻവേഴ്സ് കാണുന്നു, സോൾവ് ചെയ്യുന്നു, ആൻസർ കിട്ടി. സിമ്പിൾ ബൈ മെട്രിക്സ് മെത്തേഡ്. നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ആണ്. മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? ഓക്കെ, അടുത്ത ചോദ്യം എന്താണ്? അടുത്ത ചോദ്യം എന്താണ്? 18ാമത്തെ ചോദ്യം. ഫംഗ്ഷൻ കാണുന്നു. ഫംഗ്ഷൻ തന്നു. ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണ്? ഓൾവേസ് ഇൻക്രീസിങ് ആണെന്ന് കാണിക്കണം. ഏത് ഇൻ്റർവെല്ലാണെന്ന് ചോദിച്ചു. അതേപോലെ തന്നെ ഓൾവേസ് ഡിക്രീസിങ് ഏത് ഇൻ്റർവെല്ലാണ്? ഇൻക്രീസിങ് ഫോർ എ സെർട്ടൺ റേഞ്ച് ഓഫ് എക്സ്, നൈദർ ഇൻക്രീസിങ് നോർ ഡിക്രീസിങ്. ഈ 3 ഫംഗ്ഷനും കാണാൻ പറഞ്ഞിരിക്കുകയാണ്. f(x) വെച്ചിട്ട് 1 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. ഇതിൽ ഇൻക്രീസിങ് ആണോ? f(x) = x + cos x. f(x) = x + cos x എന്ന് പറയുന്ന സമയത്ത് എക്സിൻ്റെയും കോസ് എക്സിൻ്റെ വാല്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ കോസ് എക്സിൻ്റെ വാല്യൂ എന്താ? 0 to πയിലേക്ക് വരുന്ന സമയത്ത് എപ്പോഴും ഇൻക്രീസിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. ഇൻക്രീസിങ് ആയിട്ടുള്ള വാല്യൂ വരുന്ന സമയത്ത് 0യും πയും ആണ്. ഏത് വാല്യൂ കോസിൻ്റെ ഇട്ടല്ല സൈൻ്റെ ഇട്ടാണെങ്കിൽ നമുക്ക് ഡിക്രീസിങ് എന്ന് പറയാൻ പറ്റുമായിരുന്നു. പക്ഷേ സംഭവിച്ചത് എന്താണ്? കോസ് എക്സ് ആണ് വന്നിരിക്കുന്നത്. കോസ് എക്സ് വന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴും അവിടെ എന്താണ്? ഡിക്രീസിങ് അല്ല, ഇൻക്രീസിങ് ആണ്. ഒരു കൺഫ്യൂഷൻ വരും. കുട്ടികൾക്ക് എല്ലാവരും കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് 1 മാർക്ക് അവിടെ ചോദിച്ചത് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ? സൈൻ എക്സിൻ്റെ കാര്യം നമ്മുടെ ടെക്സ്റ്റുവൽ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ കോസ് എക്സ് ചോദിച്ചിരിക്കുന്നതുകൊണ്ട് നേരെ ഇൻക്രീസിങ് ആണ്. ആൻസർ എന്താണ്? ഓൾവേസ് ഇൻക്രീസിങ് ആണ് ആൻസർ. എ ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഇൻക്രീസിങ്. പോസിറ്റീവ് വാല്യൂസ് ഉണ്ടാവുള്ളൂ, മാക്സിമം വാല്യൂസ് ഉണ്ടായിരിക്കും. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, എങ്ങനെയാണ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആകുന്നത്, അതിൻ്റെ ക്ലാരിറ്റി. ഓക്കെ, അടുത്ത 18ാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 2ാമത്തെ ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? ദി റേഡിയസ് ഓഫ് ആൻ എയർ ബബിൾ ഈസ് ഇൻക്രീസ്. ഇതാ വീണ്ടും ഗ്യാൻ മോഡൽ വന്നിരിക്കുന്നു. ഗ്യാൻ മോഡൽ വന്നു. ഇതാ 2ാമത്തെ ഗ്യാൻ മോഡൽ. അതും എത്ര മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്? 2 മാർക്കിൻ്റെ ഗ്യാൻ മോഡൽ ഇത് അടുത്ത് വന്നിരിക്കുന്നു. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നമ്മൾ അതേ മോഡൽ കോപ്പി നമ്മൾ വീണ്ടും ചെയ്തിട്ടുണ്ട്. നമ്മൾ അതേ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്തവർക്ക് സിമ്പിളായിട്ട് കിട്ടിക്കാണും അല്ലേ? എയർ ബബിൾ ഈസ് ആൻ ഇൻക്രീസിങ് അറ്റ് എ റേറ്റ് ഓഫ് 0.2 cm/s. വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി ബബിൾ ഇൻക്രീസിങ് വെൻ ദ റേഡിയസ് ഈസ് 2 cm? ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? വോളിയം ഓഫ് എ സ്പിയർ. ഒരു എയർ ബബിൾ ഈസ് ഓൾവേസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പിയർ അല്ലേ? എ ബബിൾ ഈസ് ഓൾവേസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്പിയർ. സ്പിയറിൻ്റെ വോളിയം എന്താണ്? ഒരു സ്പിയറിൻ്റെ വോളിയം എന്താണ്? 4/3 πr³. 4/3 πr³. ഓക്കെ, അതിനെ വെച്ചിട്ടാണ് 4/3 πr³ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. 4/3 πr³ വെച്ചിട്ടാണ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സിമ്പിൾ കാര്യം. 4/3 πr³ വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെ? dv/dt = 4πr². dv/dt = 4πr² ഇൻറ്റു dr/dt. സിമ്പിളല്ലേ? ചെയ്യുന്നു. dr/dt നമ്മൾ കാണുന്നു. ആദ്യമേ എന്താണ് നമ്മൾ തന്നിട്ടുണ്ട്? 0.2 ആണ്. ഡിഫറൻഷ്യേറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ്? വാല്യൂവിൽ നിന്ന് 0.2 വെച്ച് ഇങ്ങനെ കൂടി പോകുന്നുണ്ട്. അപ്പോൾ എന്താണ്? dr/dt 0.2 cm. ഇവിടെ 1/2 ആണ്. അത് നേരെ 0.5 എന്നാക്കാനേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? 0.2ലേക്കാണ്. റേഡിയസ് r = 2 cm എന്നു. ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ടോ? റേഡിയസ് തന്നിട്ടില്ല. റേഡിയസ് ഇതാ തന്നിട്ടുണ്ട് 1 cm. ഇവിടെ 2 cm ആണ്, 1 cm. ജസ്റ്റ് വാല്യൂ ചേഞ്ച് മാത്രം മനസ്സിലാക്കി ചെയ്തവർക്ക് ഷുവറായിട്ട് ഈ ക്വസ്റ്റ്യൻ ഗ്യാൻ മോഡൽ ചെയ്തിട്ടുള്ളവർക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, ആൻസറിലേക്ക് നേരെ വരുന്നത് 3.25 cm³ എന്നുള്ള ആൻസറിലേക്ക് വരുന്നു. സിമ്പിളായിട്ടുള്ള കാര്യം. 4/3 πr³ എന്ന വോളിയത്തിൻ്റെ കാര്യം മനസ്സിലാക്കിയവർക്ക്, അതേപോലെ തന്നെ ഡെറിവേറ്റീവ് dr/dt കാണാൻ പറ്റിയവർക്ക്, നേരെ ഇക്വേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് എത്തി. സിമ്പിൾ. 2 മാർക്ക് ഷുവറായിട്ട് നമ്മുടെ പോക്കറ്റിൽ കിടക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് തെറ്റുകൂടാതെ വീണ്ടും തെറ്റിയവരാണെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് റിവിഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സിമ്പിളാണ്. ഡെറിവേറ്റീവിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ചോദ്യം ഉണ്ടല്ലോ.
മൂന്നാമത്തെ ഇതാ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. നമ്മൾ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമയുടെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ക്ലിയർ കട്ടായിട്ട് ചോദ്യമാണ് തേർഡ് ക്വസ്റ്റ്യൻ 18ാമത്തെ മൂന്നാമത്തെ ചോദ്യം. ക്ലിയർ കട്ട് ചോദ്യമാണ്. ഫൈൻഡ് ദി ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസിക്കൽ മൈനസ് എക്സ് ക്യൂ പ്ലസ് 12x പ്ലസ് 5 വേർ എക്സ് ബിലോങ്സ് ടു -3 6 മാർക്കിൻ്റെ ചോദ്യം. സെയിം വാല്യൂസ് സെയിം ആണ്, പക്ഷേ ഡിഫറെൻറ്റ് വാല്യൂസ് സെയിം ആണ്, ഡിഫറെൻറ്റ് വാല്യൂസ് വെച്ചിട്ട് നമ്മൾ ഗ്യാൻ മോഡൽ ചെയ്തു അല്ലേ? സെയിം ആണ്. അതേ കാര്യം മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി ചെയ്തവർക്കാണെങ്കിൽ സിമ്പിളായിട്ട് 6 മാർക്ക് അവരുടെ പോക്കറ്റിൽ കിടക്കും. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? അതേ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത അതേ മോഡൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എങ്ങനെയാണ് കാണുന്നത്? നമ്മളിതാ കുറച്ച് മുന്നേ വീണ്ടും പറഞ്ഞു, മാക്സിമം കാണുന്നു, ഇൻക്രീസിങ് കാണുന്നു, മാക്സിമം ആയിട്ടുള്ള ഒരു കാര്യം കാണുന്നു, മാക്സിമം ആയിട്ടുള്ള വാല്യൂ കാണുന്നു. അങ്ങനെയാണെങ്കിൽ ഒക്കെ നമ്മൾ എങ്ങനെയാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമമാണ് യൂസ് ചെയ്യുന്നുള്ളതെന്ന് പറഞ്ഞു. അതിൻ്റെ ഫോർമുല നമ്മൾ എങ്ങനെയാണ് പ്രോസസ് ബൈ പ്രോസസ് എങ്ങനെയാണ് നമ്മൾ താഴെ സൊല്യൂഷനിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ എത്തുന്നത്? ആദ്യം എഫ് ഓഫ് എക്സ് എടുത്ത് അതേപടി എഴുതുന്നു. എഫ് ഓഫ് എക്സ് അതേപടി എഴുതുന്നു. എങ്ങനെയാണ് എഴുതിയത്? എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു -x² - 12x അല്ലേ? -x² - 12x എന്ന് എഴുതുന്നു. അതിനുശേഷം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യുന്നു. ഞാൻ പ്രോസസ്സ് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യുന്നു. അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് കാണുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ട് അവിടെ വെക്കുന്നു. ഫസ്റ്റ് ഡെറിവേറ്റീവിലേക്ക് വാല്യൂ രണ്ടെണ്ണം അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 ഇൻ്റർവെല്ല് കിട്ടുന്നു. ആ 2 ഇൻ്റർവെല്ല് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കുന്നു. 2 ഇൻ്റർവെല്ല് കാണുന്നു. 2 പോയിൻറ്റ്സ് കിട്ടുന്നു. മനസ്സിലായോ? ആ 2 പോയിൻറ്റ്സാണ് നമ്മുടെ ഇൻ്റർവെല്ലായിട്ട് വരുന്നത്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ മാക്സിമം വാല്യൂ ഏതിലാണോ അതാണ് മാക്സിമം ഇൻ്റർവെൽ അഥവാ ലോക്കൽ മാക്സിമ. മിനിമം വാല്യൂ ഏതിലാണോ അതാണ് ലോക്കൽ മിനിമ. ഓക്കെ, സെയിം ക്വസ്റ്റ്യൻ നമ്മൾ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഫൈൻഡ് ദ ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമ x² - x³ - 6x + 2 വിത്തിൻ എ ഇൻ്റർവെൽ ഓഫ് -2 to സെയിം ആയിട്ടുള്ള കാര്യം. ഇതാണ് നമ്മൾ ആദ്യം എഫ് ഓഫ് എക്സ് കണ്ടു, എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടു, പറഞ്ഞ പോലെ എഫ് ഓഫ് എക്സ് എടുത്ത് എഴുതി. രണ്ടാമത് എഫ് ഡാഷ് ഓഫ് എക്സ് ഫസ്റ്റ് ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടിട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് കിട്ടി -3x² കിട്ടി. അതിനുശേഷം ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നമ്മൾ കാണുന്നു. എഫ് ഡാഷ് ഓഫ് എക്സിക്കൽ 0 0യിലേക്ക് നമ്മൾ ചെയ്യുന്ന സമയം സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് എഫ് ഡാഷ് ഓഫ് എക്സ് അൺഡിഫൈൻഡ് എന്ന് കിട്ടുന്ന സമയം അല്ലെങ്കിൽ 2 പോയിൻറ്റ് കിട്ടുന്നു. ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടി. എന്താണ് കിട്ടിയത്? x = +or -√2. രണ്ട് ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കിട്ടിയ ശേഷം വീണ്ടും സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് എന്താണ് കാണുന്നത്? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ട് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് എന്താണ് -6x എന്ന് കിട്ടി. സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടിയ സമയത്ത് എഫ് ഡാഷ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയത്? +or -√2 ആണ്. +or-√2നെ 2 ഇക്വേഷനിലേക്കും 2 ഭാഗത്തേക്കും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എഫ് ഡാഷ് ഓഫ് എക്സിലേക്ക് ഇത് കണ്ടോ, എഫ് ഡാഷ് ഓഫ് √2 = -6√2. അതേപോലെ തന്നെ എഫ് ഡബിൾ ഡാഷ് ഓഫ് -√2 എങ്ങനെ കിട്ടിയത്? 6√2. ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം. പോസിറ്റീവായിട്ടുള്ള വാല്യൂ വന്നു അല്ലേ, നെഗറ്റീവായിട്ടുള്ള വാല്യൂ വന്നു, മിനിമം. സിമ്പിൾ അല്ലേ? ഒന്നും കൂടെ പ്രോസസ്സിലേക്ക് പറയുന്നത് എങ്ങനെയാണ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമയിലേക്ക് വരുന്നത്? എഫ് ഓഫ് എക്സ് എടുത്തെഴുതുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ 0യിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. സിമ്പിളാണ്. ഇതുവരെ സിമ്പിളല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യന് നമ്മൾ എടുത്തെഴുതുന്നു എഫ് ഓഫ് എക്സ്. രണ്ടാമത്തെ എഫ് ഡാഷ് ഓഫ് എക്സ് കാണുന്നു, ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നു. 3 എഫ് ഡാഷ് ഓഫ് എക്സ് 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ 2 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കാണുന്നു. 2 ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് കണ്ട് അവിടെ വെക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും സെക്കൻഡ് ഡെറിവേറ്റീവ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് കാണുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? 2 വാല്യൂസ് കിട്ടിയല്ലോ, ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് നേരെ നമ്മൾ വാല്യൂയിലേക്ക് ഇട്ട് കൊടുക്കുന്നു. 2 മാർക്ക് കിട്ടും വാല്യൂയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മാത്രമാണെങ്കിൽ. വാല്യൂയിലേക്ക് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 2 പോയിൻറ്റ്സ് കിട്ടി. ഒന്നെങ്കിൽ മൈനസ് വാല്യൂ വരും, ഒന്നെങ്കിൽ പ്ലസ് വാല്യൂ വരും.
മൈനസ് വാല്യൂ വരുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും, മിനിമം ആയിരിക്കും. നെഗറ്റീവ് ആയിരിക്കും, ഡിക്രീസിങ് ആയിരിക്കും, മിനിമം ആയിരിക്കും. പോസിറ്റീവ് ആണെങ്കിലോ ഇൻക്രീസിങ് ആയിരിക്കും, മാക്സിമം ആയിരിക്കും. അതേപോലെ തന്നെ ഇൻക്രീസിങ്ങും മാക്സിമം ആയിരിക്കും. ഓക്കെ, ഡിക്രീസിങ്ങും നെഗറ്റീവും ആയിരിക്കും. ഓക്കെ, ആ കാര്യം മനസ്സിലോർക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ലോക്കൽ മാക്സിമം ഏതാണ്? മാക്സിമം വാല്യൂ. പോസിറ്റീവിലെ മാക്സിമം വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, ഇൻക്രീസിങ് ആയിരിക്കും. മറന്നു പോരുത് ആപ്ലിക്കേഷൻ. ഓക്കെ, ഒന്നുകൂടെ പറയുന്നു. f(x) കാണുന്നു, f'(x) കാണുന്നു, f'(x) 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യുന്നു, ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണുന്നു. അതിനുശേഷം സെക്കൻഡ് ഡെറിവേറ്റീവ് f'(x) കാണുന്നു. നേരെ ആ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇക്വേറ്റ് ചെയ്യുന്നു. 2 വാല്യൂ കിട്ടുന്നു. പോസിറ്റീവായിട്ടുള്ള വാല്യൂ മാക്സിമം, നെഗറ്റീവായിട്ടുള്ള വാല്യൂ മിനിമം. ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമം. സിമ്പിളായിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാം. 4 ക്വസ്റ്റ്യൻ, ഏകദേശം 18 മാർക്കിനോളം 4 ക്വസ്റ്റ്യൻസ് ലോക്കൽ മാക്സിമ, ലോക്കൽ മിനിമയുടെ ആപ്ലിക്കേഷനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതേ ക്വസ്റ്റ്യൻ ഷുവർ ഷോട്ടായിട്ട് വരുമെന്ന് പറഞ്ഞ് ഗ്യാൻ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്തവർക്ക് സിമ്പിളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റി കാണണം. ഓക്കെ, എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുക. തന്നെയാണ് നിങ്ങളുടെ ആൻസർ എന്നും കൂടെ നിങ്ങൾ പരിശോധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ കുറേ സവിശേഷതകളുള്ള ക്വസ്റ്റ്യനാണ്. കാര്യം നമ്മൾ ഗ്യാൻ മോഡൽ ചെയ്ത 2 ക്വസ്റ്റ്യൻ തന്നെയാണ് വന്നിട്ടുള്ളത്. ചെയ്തവർക്ക് സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റി കാണണം. എങ്ങനെയാണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ്റഗ്രൽ 1 - sin x by cos square x. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ e⁻x² + 1/x + 1 സ്ക്വയർ. ഈ 2 ക്വസ്റ്റ്യനും നമ്മൾ ഗ്യാൻ മോഡൽ ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ? ഗ്യാൻ മോഡൽ ചെയ്തിരിക്കുകയാണ്. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? 1 - x², 1 + x². നേരെ നമ്മൾ എഴുതി. എങ്ങനെയാണ് എഴുതിയത്? 1 - sin x by cos square x-നെ 1/cos square x - 1/cos x × sin x by cos x എന്ന രീതിയിലേക്ക് എഴുതിയതിന് ശേഷം ലാസ്റ്റായിട്ട് tan x sec x കൂടെ എഴുതി തീർക്കുന്നു. 1/cos x sin x അല്ലേ? അതേപോലെ തന്നെ 1/cos x sec x അല്ലേ? sec x tan x. ആൻസർ സിമ്പിളായിട്ട് ടെക്സ്ച്വൽ ക്വസ്റ്റ്യനാണ്. ഗ്യാൻ മോഡൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ e⁻x × x² + 1/x + 1 ഹോൾ സ്ക്വയർ dx. ഇതും അതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ ചെയ്തത്? എക്സിനെ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. e⁻x പുറത്തേക്ക് എടുത്ത് എക്സിൻ്റെ വാല്യൂസിനെ ഉള്ളിലേക്ക് എടുക്കുന്നു. എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്? ഇതാ x² - 1 + 2/x + 1 ഹോൾ സ്ക്വയർ × e⁻x dx എന്ന രീതിയിലേക്ക് എഴുതുന്നു. അതിന് ശേഷം e⁻x എഴുതുന്നു. ഇൻ്റഗ്രലിനെ നമ്മൾ നേരെ x - 1/x + 1 + 2/x + 1 ഹോൾ സ്ക്വയർ × e⁻x dx എന്ന് എഴുതുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും നമ്മൾ ഡെറിവേറ്റീവിന് സ്പ്ലിറ്റ് ചെയ്തിലേക്ക് വരികയാണ്. സ്പ്ലിറ്റ് ചെയ്ത് x - 1/x + 1 = x + 1 × x - 1/x + 1 ഹോൾ സ്ക്വയർ അല്ലേ? x - 1ന് നമ്മൾ x + 1 × x - 1 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, = 2/x + 1 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു I = e⁻x × x - 1/x + 1 + c. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇത് രണ്ടും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനുമാണ് രണ്ടും. ഓക്കെ, സിമ്പിളായിട്ടുള്ള 2 ക്വസ്റ്റ്യനും നമ്മൾ ഈസിലി നമ്മൾ എന്ത് ചെയ്തു? ചെയ്യാൻ പറ്റി. ഗ്യാൻ മോഡൽ ചെയ്തവർക്ക് ടെക്സ്ച്വലായിട്ട് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ വരുമെന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിളായിട്ട് തന്നെ ചോദിക്കുകയും ചെയ്തു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഫൈനൽ ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫൈനൽ ക്വസ്റ്റ്യൻ 20ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാ വീണ്ടും വന്നിരിക്കുന്നു. I cap, J cap, K cap വെക്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ. വെക്റ്ററിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. അവസാന ചോദ്യം 2 4 മാർക്ക്. ഈ 2 മാർക്കിനുള്ള 3 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നു. എന്താണ് ചോദിച്ചിട്ടുള്ളത്? കൺസിഡർ ദി പോയിൻറ്റ്സ് A 1 2 -3 ആൻഡ് B -1 -2 1. ഫൈൻഡ് ദി യൂണിറ്റ് വെക്റ്റർ ഇൻ ദി ഡയറക്ഷൻ ഓഫ് AB. ABയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്ററിനെ കാണാനാണ് പറഞ്ഞു. AB എങ്ങനെ കാണും? AB നമ്മൾ കാണാൻ നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് നമ്മൾ AB കണ്ടുകൊണ്ടിരുന്നത്? AB എങ്ങനെയാണ് നമ്മൾ കണ്ടത്? AB B - A അല്ലേ? AB എന്ന വെക്റ്റർ എന്ന് പറഞ്ഞാൽ B - A ആണ് അല്ലേ? എയും തന്നിരിക്കുന്നു, ബിയും തന്നിരിക്കുന്നു. എങ്ങനെ എഴുതാൻ പറ്റും? എയിനെ വെക്റ്ററായിട്ട് എങ്ങനെ എഴുതാൻ പറ്റും? I + 2j - 3k. I + 2j + 3k എന്നതിന് നമുക്ക് എയിനെ എഴുതാൻ പറ്റും. ഓക്കെ, A = അതേപോലെ തന്നെ ബീനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ബീനെ എങ്ങനെ എഴുതാൻ പറ്റും? -i - I cap
മൈനസ് 2j ക്യാപ് പ്ലസ് 1k ക്യാപ് അല്ലെങ്കിൽ k ക്യാപ്. ഓക്കെ, എ ബിയിൽ നിന്ന് ബി മൈനസ് എ, ബിയിൽ നിന്ന് എ മൈനസ് ചെയ്യുന്നു, മൈനസ് ഐ 2 മൈനസ് 2 പ്ലസ് 2 3k മൈനസ് 2k മാത്രം, 2k ക്യാപ് മാത്രം. ആൻസർ എഴുതിയാൽ സിമ്പിളായിട്ട് എ ബി ഡിറക്ഷൻ യൂണിറ്റ് വെക്ടറിനെ നമ്മൾ എഴുതുന്നു, കെ ക്യാപ് എന്ന യൂണിറ്റ് വെക്ടറിനെ മാത്രമായിട്ട് എഴുതുന്നു. 2 മാർക്ക് ഈസി ആയിട്ട് കിട്ടുന്നു. നേരെ വെക്ടർ ഫോമിലേക്ക് എഴുതുന്നു. ഈ 2 ഇൻ്റർവെലിനെ 2 പൊസിഷനെയും നമ്മൾ വെക്ടർ ഫോമിലേക്ക് യൂണിറ്റ് വെക്ടറിനെ പോയിന്റിലേക്ക് എഴുതുന്നു. അതിനുശേഷം ബിയിൽ നിന്ന് എ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു. 3 സ്റ്റെപ്പിൽ സൊല്യൂഷൻ എത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഓക്കെ, സിമ്പിളായിട്ട് എഴുതാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്? എ ആൻഡ് ബി ആർ പെർപെൻഡിക്കുലർ ആണ്. ഷോ ദാറ്റ് എ പ്ലസ് ബി ആൻഡ് എ മൈനസ് ബി ആർ പെർപെൻഡിക്കുലർ. എ പ്ലസ് ബിയും എ മൈനസ് ബി പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു 0 ആയിരിക്കണം അല്ലേ? 0 ആയിരിക്കണം. നമ്മൾ പഠിച്ചു എ പ്ലസ് ബി എ മൈനസ് ബി പെർപെൻഡിക്കുലർ ആണെങ്കിൽ, പെർപെൻഡിക്കുലർ ആകണമെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വിച്ച് മസ്റ്റ് ബി ഈക്വൽ ടു 0 അല്ലേ? പൊസിഷൻ വെക്ടർ തന്നിട്ടുണ്ട്, എ തന്നിട്ടുണ്ട്, 5i മൈനസ് ജെ മൈനസ് 3k തന്നിട്ടുണ്ട്. അതുപോലെ പൊസിഷൻ വെക്ടർ ബി തന്നിട്ടുണ്ട്, മൈനസ് ഐ പ്ലസ് 3j മൈനസ് 5k. ഓക്കെ, ഷോ ദാറ്റ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എയും ബിയും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു, എ മൈനസ് ബി എയും ബിയും കൂടെ മൾട്ടിപ്ലൈ, എയും ബിയും കൂടെ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നു. ആദ്യം എയും ബിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ മൈനസ് ഓഫ് എ മൈനസ് ബി ആയിരിക്കും. എ പ്ലസ് ബി ഈക്വൽ ടു എ പ്ലസ് ബി which must be equal to minus of a minus b. a plus b which must be equal to minus of a minus b എന്ന വാല്യൂയിലേക്ക് വരുന്ന സമയത്ത് which is equal to 0. That implies it is perpendicular. പെർപെൻഡിക്കുലർ ആയിരിക്കും. എങ്ങനെയാണ് പെർപെൻഡിക്കുലർ ആവേണ്ടത്? എ പ്ലസ് ബിയും എ മൈനസ് ബിയും കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 0 കിട്ടുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ വാല്യൂ? അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. 3 സ്റ്റെപ്പേ ഉള്ളൂ ഇത്. 2 മാർക്കിന് 3 സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദി ഫൈനൽ ക്വസ്റ്റ്യൻ 20ാമത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈനൽ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് പാരലോഗ്രാം. ഫൈൻഡ് ദി ഏരിയ ഓഫ് parallelogram whose adjacent sides are determined by vectors A equal to I minus j plus 3k, okay, and B equal to 2i minus j plus k. Area of a parallelogram. പാരലോഗ്രത്തിൻ്റെ ഏരിയ എന്താണ്? ഏരിയ ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി അല്ലേ? മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ് എന്ത്? ഏരിയ ഓഫ് എ പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം മോഡുലസ് ഓഫ് എ ക്രോസ് ബി കാണണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് കാണണം? എ ക്രോസ് ബി കാണണം. എയും തന്നിട്ടുണ്ട്, ബിയും തന്നിട്ടുണ്ട്. എ ക്രോസ് ബി കാണാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. എ ക്രോസ് ബി കാണുന്നു. എ ക്രോസ് ബി കണ്ട് കിട്ടുന്ന വാല്യൂവിൻ്റെ മോഡുലസ് എടുക്കാൻ വല്ല ബുദ്ധിമുട്ടും ഉണ്ടോ? ഇല്ല. അത് മാത്രമേ ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. വെക്ടറിൽ നിന്നുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഒന്നും ബുദ്ധി പൊക്കച്ചാൽ ജസ്റ്റ് ഒന്നും ആലോചിച്ചാൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ വെക്ടർ ചെയ്തതാണ്. 26 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് സിമ്പിളായിട്ട്. ഈ 2 സ്റ്റെപ്പ് ഇത് 6 സ്റ്റെപ്പ് കൊണ്ട് 20 മാർക്കുള്ള 6 മാർക്ക് 20 മാർക്കുള്ള ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ 6 മാർക്ക് സുഖമായിട്ട് നമുക്ക് ക്ലിയർ കട്ടായിട്ട് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് 20ാമത്തെ ചോദ്യം. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ സിമ്പിളായിരുന്നു. നമ്മൾ നേരെ 20 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് കൺസെപ്റ്റ് വന്നിരിക്കുന്നത്? കൂടുതലായിട്ടും നമ്മൾ കുറേ പ്രഡിക്ഷൻസ് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഏകദേശം 40 മാർക്കിനടുത്തുള്ള ക്വസ്റ്റ്യൻസ്, 30-40 മാർക്കിനടുത്തുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചതും നമ്മൾ പ്രഡിക്റ്റ് ചെയ്തത് ഗ്യാൻ മോഡൽ ക്വസ്റ്റ്യൻസുമാണ് വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ? അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യനിൽ ഡിമാൻഡ് ചെയ്ത് കൂടുതലായിട്ട് കൺസെപ്ച്വൽ ക്ലാരിറ്റി നിങ്ങൾക്കുണ്ടോ എന്നറിയാൻ പറ്റിയിട്ടാണ്. അതാണ് കൂടുതലായിട്ട് ഡിമാൻഡ് ചെയ്ത്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് ഒന്നും കൂടെ വരികയാണെങ്കിൽ ഗൈസ്, നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരികയാണെങ്കിൽ 20 ക്വസ്റ്റ്യനും കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കിതറിയാമോ? ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമോ? അതിൻ്റെ അഡ്വാൻസ് ലെവലിലേക്ക് പോവാണോ? അതിലേക്കാണെങ്കിൽ ചലഞ്ചിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തരാനും എല്ലാം നോക്കിയിട്ടുള്ളൊരു ക്രിസ്മസ് എക്സാം ആയിരുന്നു നമ്മളിപ്പം ഫേസ് ചെയ്തിട്ടുണ്ടായത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ 20 ക്വസ്റ്റ്യനും ഫസ്റ്റ്
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, ഏതാണ് റിഫ്ലക്സീവ്, ട്രാൻസിറ്റീവ്, സിമ്മട്രിക്, അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് അറിയുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻ സിമ്പിളായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എന്താണ്, ടാൻ ഇൻവേഴ്സ്, ആ ബോക്സ് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ആ ബോക്സ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ, ആ ബോക്സിലുള്ള വാല്യൂസ് നിങ്ങൾക്ക് അറിയുമോ, അത് മാത്രമേ ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. മൂന്നാമത്തെ ചോദ്യം എന്താണ്, മൂന്നാമത്തെ സിമ്മട്രിക് മെട്രിക്സ് സിമ്മട്രിക് ആണെങ്കിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അല്ലേ. മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ, നമ്മളൊരു മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ സ്ക്വയർ സിമെട്രിക് ആയിട്ടുള്ള മെട്രിക്സിനെ ആണെങ്കിൽ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു, എല്ലാവരും കൃത്യമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഏരിയ ആണ്. അത് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻ്റർവെല്ല് ചോദിച്ചു. ഇൻ്റർവെൽ എന്താണ് ചോദിച്ചത്, രണ്ട് ഇൻ്റർവെൽ തന്നു, സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ്, സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ്, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം. സിമ്പിളല്ലേ, ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം എങ്ങനെയാണ് എഫ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ്, ഇനി വീണ്ടും പറയുന്നില്ല, സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, അതും ചോദിച്ചു. ആ ഭാഗത്തു നിന്നുള്ള കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. വീണ്ടും അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണെങ്കിൽ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്, ഇൻ്റഗ്രൽ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഫോർമുലാസ് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടോ, അതാണ് ടാൻ ഇൻവേഴ്സിൻ്റെ ആ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആൻസർ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ബി, എ പ്ലസ് ബി എന്നൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നിട്ടിരുന്നു. അടുത്ത രണ്ടാമത്താണെങ്കിൽ എന്താ, നേരെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഫോർമുല, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോർമുല, ഒരേ മോഡൽ ചോദിച്ചിട്ടില്ല, ഡിഫറെൻ്റ് ആണ്. ഇത് നേരെ ആദ്യം നമ്മൾ നേരെ ഫോർമുല വെച്ച് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. രണ്ടാമതാണെങ്കിൽ നമ്മൾ എന്ത് ഡിനോമിനേറ്ററിലായിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. വീണ്ടും ആറാമത്തേലേക്ക് ഒരു ഡെറിവേറ്റീവ് കാണുന്നത് എങ്ങനെ, ഡിഗ്രിയും ഓർഡറിലുള്ളൊരു ക്ലാരിറ്റി ഒരു മാർക്കിൽ ചോദിച്ചു. ഡിഗ്രി ഓർഡർ ഏതാണ്, ഹയസ്റ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവിൻ്റെ ആണ് ഡിഗ്രി ഓർഡർ എടുത്തിട്ടുണ്ടോ, നിങ്ങൾക്ക് അറിയുമോ, അതാണ് ഇവിടെ ടെസ്റ്റ് ചെയ്തത്. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്, നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോവുക, രണ്ട് സൈഡിലേക്കും കൊണ്ടുപോയിട്ട് ചെയ്യാമെന്ന്, അതിൻ്റെ കൺസെപ്റ്റിൽ ക്ലാരിറ്റി. ഏഴാമത്തെ നേരെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, വെക്റ്റർ എന്നുള്ള ചോദ്യം, എന്താണ് ആംഗിൾ കാണാൻ, ആംഗിൾ കണ്ടു, ഓക്കെ. അതേപോലെ തന്നെ എന്താണ്, ടു വെക്റ്റേഴ്സ് എയും ബിയും ആണെങ്കിൽ ഫൈൻഡ് എ മൈനസ് ബി, രണ്ട് വെക്റ്റർ തമ്മിലുള്ള മോഡുലസ് ഓഫ് എ മൈനസ് ബി സബ്സ്ട്രാക്റ്റ് ചെയ്യാൻ അറിയുമോ, സിമ്പിളായിട്ടുള്ളതായിരുന്നു വെക്റ്റർ എന്ന് ചോദിച്ചത്. അതേപോലെ തന്നെ കാർട്ടീഷ്യൻ ഇക്വേഷൻ വെച്ചിട്ടുള്ള ചോദ്യം, വെക്റ്റർ ഇക്വേഷൻ എഴുതാൻ സിമ്പിളായിരുന്നു. ആംഗിൾ പറ്റി രണ്ട് ലൈനുകളുടെ ആംഗിൾ കാണാനുള്ള ചോദ്യം, അതും വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. അതിനുശേഷം ചോദിച്ചത് ഒമ്പതാമത്തെ ചോദ്യം, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണോ അല്ലയോ, അല്ല. അതിനുശേഷം അതിൻ്റെ രണ്ടാമത്തെ ഇത് dy ബൈ ഡി എക്സ്, തീറ്റ വെച്ചിട്ട് വേറെയൊരു ആംഗിൾ, വേറെയൊരു തീറ്റ, dy ബൈ ഡി എക്സ്, വൈയും എക്സും അല്ലാതെ തീറ്റ വെച്ച് തരാൻ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനുള്ള കൺസെപ്റ്റ് ക്ലാരിറ്റി. പത്താമത്തെ ചോദ്യം എങ്ങനെയാണ്, റെക്റ്റാങ്കുലർ ഷീറ്റിൻ്റെ ചോദ്യം, ഒരു ആപ്ലിക്കേഷൻ ലെവലിലേക്ക് ചോദിക്കുക, ആപ്ലിക്കേഷൻ ലെവലിൽ നിങ്ങൾക്ക് അറിയുമോ ചോദിച്ചു. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ ടെക്സ്ച്വൽ ക്വസ്റ്റ്യൻസ്, രണ്ട് മോഡുലസിനെ എങ്ങനെ നമ്മൾ 3 ഇൻ്റർവെല്ലായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന കാര്യം നിങ്ങൾക്ക് അറിയുമോ ചോദിച്ചു. അതേപോലെ തന്നെ എന്താണ് ഏരിയ ബൗണ്ടഡ് ബൈ വൈ ആക്സിസ് എക്സ് ആക്സിസ്, അതേപോലെ തന്നെ ഏരിയ റീജിയൻ, പാരലോഗ്രാം അല്ല എലിപ്സ് സർക്കിളിൻ്റെ ഭാഗത്തു നിന്ന് ഒരൊറ്റ ചോദ്യം വന്നു, എങ്ങനെയാണ് ഏരിയ കാണാൻ വേണ്ടിയിട്ട്, അതിൻ്റെ എലിപ്സിൻ്റെ ഇക്വേഷൻ സെക്കൻഡ് ഡിഗ്രി വൈ ആക്സിസ് വലിയതായിട്ടുള്ള ആ എലിപ്സിൻ്റെ കാര്യം ചോദിച്ചത്, 4 ഇൻറ്റു ഏരിയ നമ്മൾ ചെയ്യണമല്ലോ, അതാണ് നമ്മൾ 12ാമത്തെ ചോദ്യം ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ 13ാമത്തെ ചോദ്യം ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ, എങ്ങനെ സോൾവ് ചെയ്യണം, dy ബൈ ഡി എക്സ് എന്ന ഫോമിലേക്ക് റീഅറേഞ്ച് ചെയ്യാൻ അറിയുമോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്, ആ കൺസെപ്റ്റ്. അതേപോലെ തന്നെ 14ാമത്തെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യണം, എങ്ങനെ സോൾവ് ചെയ്യണം, ഇതിനെ പി എക്സ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ, ഇൻ്റഗ്രേറ്റ് ഐ എഫ് ഇസിക്കൽ ഇറേസ്റ്റ് ഇൻ്റഗ്രൽ പി ഡി എക്സ് എന്ന കാര്യം നിങ്ങൾക്ക് അറിയുമോ, അതറിയാൻ വേണ്ടിയിട്ടാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ വെച്ചിട്ടുള്ള ഈ ചോദ്യം. 15ാമത്തെ വീണ്ടും വെക്ടറുള്ള സിമ്പിൾ ചോദ്യം, എങ്ങനെയാണ് എയും ബിയും കാണുന്നു, എ ബി കാണിക്കുന്നു, ഡി സി കാണിക്കുന്നു, എ ബിയും സി ഡി കൊളീനിയർ ആണെങ്കിൽ 0 ആണെന്ന് കാണിക്കണം, സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് വെക്ടർ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, രണ്ട് ലൈൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഡി ഈക്വൽ ടു ഫോർമുല എന്താണ്, മോഡുലസ് ഓഫ് ബി ഇൻറ്റു B1 ഇൻറ്റു B2 ബൈ മോഡുലസ് ഓഫ് B1 ക്രോസ് B2, സിമ്പിളായിട്ടുള്ള ആ ഫോർമുല അറിയെങ്കിൽ, ഡിസ്റ്റൻസിൻ്റെ ഫോർമുല അറിയെങ്കിൽ വെക്ടർ കാണാം, നേരെ ക്രോസ് ആയിക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു, ആൻസർ കിട്ടുന്നു, സിമ്പിളായിരുന്നു. അതിനുശേഷം മെട്രിക്സ് മെത്തേഡ് സിമ്പിളായിട്ടുള്ള നമ്മൾ ഗ്യാൻ മോഡൽ ചെയ്തതാണ്, ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. മെട്രിക്സ് മെത്തേഡ് മസ്റ്റായിട്ട് ചോദിക്കുമെന്നുള്ളത് 6 മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് അടുത്ത് ഓൾവേസ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ, അതെങ്ങനെ നമ്മൾ പറയണം, ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമയിൽ വെച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞു അല്ലേ, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമയിൽ വെച്ച് ഒരുപാട് പറഞ്ഞു, ആ ക്വസ്റ്റ്യൻ അതേപടി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ വീണ്ടും ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ഡെറിവേറ്റീവിൽ നിന്നുള്ള ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യം വീണ്ടും ചോദിച്ചു, എങ്ങനെ റേഡിയസ് ഓഫ് എൻ എയർ ബബിൾ ഈസ് ഇൻക്രീസിങ് ആണെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ റേഡിയസ് ചുരുക്കി നമുക്ക് വോളിയം കണ്ടുപിടിക്കാം, ആ ചോദ്യം വന്നു. ഡെറിവേറ്റീവിൻ്റെ ആപ്ലിക്കേഷൻ വന്നു. ആപ്ലിക്കേഷൻ ഇത് രണ്ട് ആപ്ലിക്കേഷൻ ചോദ്യം വന്നിട്ടുള്ളൂ, അതും ടെക്സ്ച്വൽ ക്വസ്റ്റ്യനാണ്, ഗ്യാൻ മോഡൽ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും കൂടിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് വന്നിരിക്കുന്നത്,
മൂന്നും നമ്മൾ GAN മോഡൽ ചെയ്തതാണ്. അതേപടി ചോദിച്ചു സിമ്പിളായിട്ട്. അത് പഠിച്ചവർക്കും ഇൻ്റർവെൽ വെച്ച് എഴുതാൻ പറ്റിയവർക്കും സിമ്പിളായിട്ട് എഴുതാൻ പറ്റി കാണണം. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ വെക്ടറിൽ നിന്നുള്ള 3 ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. ആ ക്വസ്റ്റ്യൻ 2 സ്റ്റെപ്പിൽ എഴുതാൻ പറ്റുന്ന 3 ക്വസ്റ്റ്യൻ 6 മാർക്കിന്. അതോടുകൂടി നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസിങ് കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത്രയും 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ, ഈ 20 ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ എത്ര മാർക്ക് കിട്ടും എന്നുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലാക്കി കാണുമല്ലോ. എത്ര മാർക്കോ കിട്ടിക്കോട്ടെ, എത്ര മാർക്കോ കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അടുത്ത ഫൈനൽ എക്സാം വരാൻ പോവുകയാണ്. ഇപ്പം നമ്മൾ തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യുക. നമുക്ക് എവിടേക്കാണ് കൺസെപ്ച്വൽ ക്ലാരിറ്റി കുറവുള്ളത്, മെട്രിക്സിൻ്റെ ആണോ, അതോ വെക്ടറിലാണോ, അതോ ഡിഫറൻഷ്യലിലാണോ, ഇൻ്റഗ്രലിലാണോ? ഇൻ്റഗ്രൽ ഒരുപാട് ടഫ് ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ മോഡുലസിൻ്റെ കാര്യം വരുമ്പോഴാണോ, അതോ വെക്ടറിൽ ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കാണുമ്പോൾ എനിക്ക് തലകറങ്ങുന്നുണ്ടോ, അങ്ങനത്തെ ചോദ്യങ്ങളാണ് എന്നെ കൂടുതലായിട്ട്. അങ്ങനത്തെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൽ കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. മാത്സ് ഒരുവിധം കുട്ടികൾക്കെല്ലാം കുറച്ച് ടഫായിരിക്കും. +1 മാത്സ് കുറച്ച് ടഫായിട്ടുള്ള ഏരിയ ആണ്. പക്ഷേ ഈസി ആയിട്ട് മനസ്സിലാക്കിയാൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയും കൂടിയാണ്, അല്ലേ? വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന ഏരിയയാണ്. അതുകൊണ്ട് കൂടുതൽ റിവൈസ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ചോദിച്ച രീതി മനസ്സിലായല്ലോ. ബേസിക് കൺസെപ്റ്റ്സ് മറക്കാതിരിക്കുക. കാണാതെ പഠിക്കുന്ന ബൈ ഹാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ബൈ ഹാർട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻസും അതേപോലെ ഫോർമുലേസും ബൈ ഹാർട്ട് ചെയ്യാം. വരുന്ന ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് അത് ബൈ ഹാർട്ട് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഫുൾ മെത്തേഡ് വെച്ചിട്ട് ബൈ ഹാർട്ട് ചെയ്യാനോ കാര്യങ്ങളോ നമുക്ക് നടക്കില്ല. അതുകൊണ്ട് ക്ലിയർ ആയിട്ടുള്ള ക്ലാരിറ്റി നമ്മൾ ഒപ്പിക്കുക, ക്ലാരിറ്റി നമ്മൾ മനസ്സിലാക്കുക. ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ എങ്ങനെ നമ്മൾ സമീപിക്കണം, അതൊക്കെയാണ് ക്ലിയർ ആയിട്ട് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളെ ഡിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കൃത്യമായിട്ട് അവർ അനലൈസ് ചെയ്യുകയും ചെയ്യും. അടുത്ത എക്സാം ക്ലിയറായിട്ട് നമുക്ക് പ്രീ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. കുറേ ക്വസ്റ്റ്യൻസ് പ്രീ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ലോക്കൽ മാക്സിമം ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഡിഫറൻഷ്യൽ ആയിക്കോട്ടെ, അതേപോലെ ഇൻ്റഗ്രേഷൻ ആയിക്കോട്ടെ വരുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെയൊക്കെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന സമയത്തും നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ വർക്കൗട്ട് ചെയ്യണം. റിവൈസ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. അത് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് കൂടുതൽ അറ്റൻഡ് ചെയ്യാനും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റുകയുള്ളൂ. ഓക്കെ, ഇപ്പം മാർക്ക് കുറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ അതും വിഷമിക്കേണ്ട. നമ്മൾ അടുത്ത എക്സാമിലേക്ക് ഇതിലും പവറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, എല്ലാ സ്റ്റുഡൻസിനും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, ബൈ.